ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ കലണ്ടർ കില്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മൂവിയുടെ വൺ ലൈൻ ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. അത് കേട്ടിട്ട് നിങ്ങൾ ഈ ഒരു മൂവി കാണണോ വേണ്ടെന്ന് തീരുമാനിക്കുക. ഒരു സീരിയൽ കില്ലർ അവനാണെങ്കിൽ ഓരോരുത്തരെ കൊല്ലുന്നതിന് മുന്നേ അവരുടെ വീട്ടിൽ തന്നെ അവരെ കൊല്ലാൻ പോകുന്ന ഡേറ്റ്, സമയം ഇതുൾപ്പെടെ എഴുതി വെക്കും. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് ആ ഒരു സമയത്ത് ആ ഒരു ഡേറ്റിൽ തന്നെ അവരെ കൊല്ലുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു മൂവിയിലെ ഹീറോയിനെയും ആ ഒരു സീരിയൽ കില്ലർ കൊല്ലാൻ പോവാണ്. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, ഹീറോയിനൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ ഹീറോയിൻ, അല്ലാന്നുണ്ടെങ്കിൽ അവളുടെ ഭർത്താവ്. ഈ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ മാത്രമേ ഈ ഒരു സീരിയൽ കില്ലർ കൊല്ലത്തുള്ളൂ. ഇപ്പൊ ഇവർക്ക് മാത്രം ഈ ഒരു ഓപ്ഷൻ കൊടുക്കാനായിട്ട് മറ്റൊരു കാരണമുണ്ട്. ആ ഒരു കാരണം എന്താണ്, അതേപോലെ തന്നെ ഈ ഒരു സ്റ്റോറിയിൽ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നാദ്യം മുതൽ അവസാനം വരെയും നമുക്ക് ഒരു പിടിയും തരാത്ത രീതിയിൽ സ്റ്റോറി പറഞ്ഞുകൊണ്ട് പോകുന്നൊരു മൂവിയാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക ഈ ഒരു മൂവിയിലെ കില്ലർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയോ ഇല്ലേന്ന്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. ഈ ഒരു മൂവിയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനായിട്ടുള്ള ക്ലാരയെ കാണിക്കുകയാണ്. അവളിപ്പോൾ ഏതൊരു സ്ഥലത്ത് കിടക്കുമ്പോഴത്തേക്കും അവളുടെ കാലിലൂടെ ഒരു പാറ്റ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അവളാണെങ്കിലും പെട്ടെന്ന് എഴുന്നേറ്റ് അടുത്തുള്ള ആ ഒരു ചുമരിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഡിസംബർ 12 രാത്രി 12 മണിക്ക് നിന്നെയോ അല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെയോ കൊല്ലുമെന്നും പറഞ്ഞിട്ട് രക്തം കൊണ്ടിങ്ങനെ എഴുതി വെച്ചേക്കുന്നു. അതിന് നടുവിലായിട്ട് ക്ലാരയുടെയും അവളുടെ ഭർത്താവായിട്ടുള്ള മാർട്ടിന്റെയും ഫോട്ടോയും ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്തതിന് ശേഷമാണ് കാണിക്കുമ്പോഴത്തേക്കും കലണ്ടർ കില്ലർ എന്ന് പറഞ്ഞിട്ട് ഒരാളെ പറ്റി ന്യൂസിലൂടെ ഇങ്ങനെ പറയുന്നു. വേറെ ഒന്നുമല്ല, ഈ ഒരു കില്ലർ ആരെങ്കിലും കൊല്ലാൻ പോകുന്നതിന് മുന്നേ അവരെ എപ്പോഴാണ് കൊല്ലാൻ പോകുന്നത്, ഏത് തീയതിയിലാണ് കൊല്ലാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവരുടെ വീട്ടിൽ അവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എഴുതി വെച്ച് അത് കഴിഞ്ഞ അതേ ദിവസം തന്നെ അവരെ കൊല്ലും. അതുകൊണ്ടാണ് ഈ ഒരു സീരിയൽ കില്ലറിനെ കലണ്ടർ കില്ലർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ അവൻ കൊന്ന ഒരുപാട് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എല്ലാവരുടെയും ഫോട്ടോയും എല്ലാം ഈ ഒരു ന്യൂസിലൂടെ കാണിച്ചിട്ട് അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ജൂൾസ് എന്ന് പറഞ്ഞ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയെ കാണിക്കുകയാണ്. ഇപ്പോൾ ജൂൾസ് ആയാലും തന്റെ വീട്ടിലിരുന്നിട്ട് ലാപ്ടോപ്പില് ഏതോ ഒരു സൈറ്റ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് വേറെ ആരോടോ സംസാരിക്കുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ ഈ വാഗ്മി ഹോം എന്ന് പറഞ്ഞ ഒരു ഹെൽപ്പ് ലൈനാണ്. ഇത് ഹീറോ തന്നെ സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു സുരക്ഷാ സംവിധാനമാണ്. ഇത് ഗവൺമെന്റോ പോലീസോ ആയിട്ട് ഇവൻ കണക്ട് ചെയ്തിട്ടില്ല, ഇവൻ സ്വന്തമായിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇതിലൂടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രാത്രി സമയങ്ങളിൽ ഒറ്റയ്ക്ക് പോകുമല്ലോ, അവർക്ക് കൂടുതലും സ്ത്രീകളാണ്, അവരെ ഹെൽപ്പ് ചെയ്യുന്നൊരു സിസ്റ്റം. അവർ വീട്ടിലെത്തുന്നത് വരെ അവർക്ക് വേണമെങ്കിൽ ഇവനെ വിളിക്കാം. ഒരുപക്ഷെ എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാലും ഉടനെ പോലീസിനെ ഇവൻ വിവരം അറിയിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവനെ കൊണ്ടൊക്കുന്ന രീതിയിലുള്ള സഹായങ്ങൾ അവൻ അപ്പം തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതുപോലെയുള്ളൊരു സേവനമാണ് നമ്മുടെ ജൂൾസ് നടത്തിക്കൊണ്ട് വരുന്നത്. അങ്ങനെ ഇപ്പോഴായാലും രാത്രിയിൽ ഒറ്റയ്ക്ക് വരുന്ന ഒരു സ്ത്രീ അവരായാലും ഹീറോയെ വിളിച്ചിട്ട് ഇതുപോലെ ഞാൻ തനിച്ച് ബസ് സ്റ്റോപ്പിൽ നിൽക്കാണ്, കുറച്ച് പയ്യന്മാരെന്നെ ശല്യപ്പെടുത്തുന്നുണ്ടെന്നെല്ലാം പറയുമ്പോൾ ജൂൾസ് ആയാലും ഓക്കെ നിങ്ങൾ സമാധാനപ്പെടും, കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യുക. ആ ബസ് സ്റ്റോപ്പിനടുത്തായിട്ട് എന്തെങ്കിലും കാറുകളോ അങ്ങനെ എന്തെങ്കിലും കിടപ്പുണ്ടോ? അത് കിടപ്പുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ ആ ഒരു കാറിലേക്ക് ചെന്ന് 2 തട്ട് കെട്ടാൻ പറയുമ്പോൾ ഇവർ ചോദിക്കും, അല്ല അതെന്തിനാ, എന്താണ് നിങ്ങൾ തട്ടെന്ന് പറയുന്നതും. അവർ നേരെ അവിടേക്ക് ചെന്ന് തട്ടുമ്പോഴത്തേക്കും ആ ഒരു കാറിലെ ലൈറ്റെല്ലാം കത്തിയിട്ട് പെട്ടെന്ന് ശബ്ദം കേൾക്കുമ്പോൾ അതിന്റെ ഉടമ പെട്ടെന്ന് അവിടേക്ക് വരുന്നതും ഇവിടെയുള്ള ആ ഒരു ചെറുപ്പക്കാരെല്ലാം അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ആ ലേഡി പറയും, ഓ താങ്ക്സ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അവർ ബസ് കയറി പോകുന്നത് വരെ ജൂൾസ് അവരോട് സംസാരിക്കും. അവർ പോയതിന് ശേഷമാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത കോളിന് വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. ആ ഒരു സമയത്ത് റൂമിനകത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു, ആരോ നടക്കുന്നതല്ലേ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അവൻ ഹെഡ്സെറ്റ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ആരാണെന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ഓക്കെ അത് വേറെ എന്തെങ്കിലും ആയിരിക്കും എന്നും പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ ഒരു വീട്ടിലെ മെഴുകുതിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ക്രിസ്മസ് ആയതുകൊണ്ട് അതിന്റെ ആഘോഷമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതെല്ലാം കത്തിച്ചു വെച്ച് അത് കഴിഞ്ഞിട്ട് നേരെ ടിവിയുടെ മുന്നിലേക്ക് വന്നിരുന്ന് ന്യൂസ് ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോഴത്തേക്കാണ് ഈ കലണ്ടർ കില്ലറിനെ പറ്റിയുള്ള കാര്യങ്ങൾ അതിലിങ്ങനെ പറയുന്നു. കുറച്ചു നേരം അതെല്ലാം കണ്ടിട്ട് ഇപ്പൊ അതിൽ പറയുന്നൊരു കാര്യം, ഈ ഒരു കലണ്ടർ കില്ലർ അവൻ എഴുതുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അതിൽ 2 എന്ന് പറയുന്ന ആ ഒരു നമ്പർ മാത്രം ഒരു പ്രത്യേക ശൈലിയിലാണ് എഴുതുന്നത്. അപ്പൊ ഈ ഒരു കൈയക്ഷരം ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിച്ച് അറിയിക്കണം എന്നും അവർ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം അവൻ ആ ഒരു TV ഓഫ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് റൂമിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ മകൾ അവിടെ കിടന്ന് ഉറങ്ങാണ്. അങ്ങനെ അവക്കൊരു ഉമ്മയും കൊടുത്ത് അത് കഴിഞ്ഞ് വീണ്ടും ലാപ്ടോപ്പിന്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് അടുത്ത കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവന്റെ അച്ഛൻ ഇപ്പോൾ വിളിക്കുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ കുറച്ചു നേരം നോക്കി നിന്ന് ആ ഒരു ഫോൺ എടുക്കുന്നില്ല, അത് കട്ട് ചെയ്ത് വിടുകയാണ്. ഇപ്പൊ അവന്റെ അച്ഛനായിട്ട് എന്താണ് പ്രശ്നമെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോ ജൂൾസിന് ഒരു കോൾ വരുന്നു. അവനാണെങ്കിലും ഹെഡ്സെറ്റ് എടുത്ത് ചെവിയിൽ വെക്കുമ്പോഴത്തേക്കും ഏതോ ഒരു സ്ത്രീ നടക്കുന്നത് പോലെ നല്ല ടെൻഷനിൽ അവരുടെ കിതയ്ക്കുന്ന ആ ഒരു ശബ്ദം ഉണ്ടല്ലോ അത് കേൾക്കുന്നുണ്ട്. അപ്പോൾ കുറെ നേരമായിട്ട് ജൂൾസ്, ഹലോ ഇത് ഹെൽപ്പ് ലൈൻ സർവീസ് ആണ്, നിങ്ങൾ എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവരൊരു മറുപടിയും പറയുന്നില്ല. അവരെന്തോ പേടിച്ച് നടക്കുന്നത് പോലെ മാത്രം ഇവന് കേൾക്കാൻ കഴിയും. അപ്പോൾ അവൻ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അവര് പെട്ടെന്ന്, അല്ല നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ ഇല്ല നിങ്ങളാണ് എന്നെ വിളിച്ചത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവര്
ഞാൻ വിളിച്ചെന്നു? എന്നെ നിങ്ങളാ വിളിച്ചത്? അപ്പോൾ ജൂൾ പറയും, സോറി, നിങ്ങളുടെ നമ്പർ പോലും എനിക്കറിയത്തില്ല, പിന്നെ ഞാൻ എങ്ങനെയാ നിങ്ങളെ വിളിക്കുന്നത്? നിങ്ങളാണ് എന്നെ വിളിച്ചത്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. നിങ്ങൾ ഓക്കെ അല്ലേ? എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ഉണ്ട്, അവരുമായിട്ട് കണക്ട് ചെയ്യണോ? എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവർ പറയും, ഇല്ലില്ല കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നമുണ്ട്, പക്ഷേ അത് പറഞ്ഞാലേ നിങ്ങൾ വിശ്വസിക്കത്തില്ല എന്ന് പറയുമ്പോൾ ജൂൾസ് പറയും, അല്ല എന്തായാലും പറയേ. ഇല്ല, അത് ഒരുപാട് വൈകിപ്പോയി. എന്ത് വൈകിയെന്ന്? എന്തായാലും നിങ്ങളുടെ പേരെന്താണെന്ന് പറയേ. എൻ്റെ പേര് ജൂൾസ് എന്നാണ്. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് ക്ലാര എന്ന് പറയുമ്പോഴത്തേക്കും ഇത് വേറെ ആരുമല്ല, സ്റ്റാർട്ടിങ് സീനിൽ കാണിച്ച നമ്മുടെ ഹീറോയിനാണ്. അപ്പോൾ അവനാണെങ്കിലും അവളുടെ പേര് സൈറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്, അവൾ ആരാണെന്ന് അറിയാൻ വേണ്ടി. അപ്പോഴേക്കും പെട്ടെന്ന് പുറകിൽ ആ ഒരു റൂമിൽ എന്തോ ശബ്ദം കേൾക്കുമ്പോൾ ജൂൾസ് വീണ്ടും എഴുന്നേറ്റ് ആ ഒരു റൂമിനടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ തൻ്റെ മകളുടെ റൂമിൽ അങ്ങനെ ആരെയും കാണുന്നില്ല. അങ്ങനെ അവൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുമ്പോൾ ക്ലാര ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കലണ്ടർ സീരിയൽ കില്ലറിനെ പറ്റി കേട്ടിട്ടില്ലേ? അവനിപ്പോൾ എന്നെയും എൻ്റെ ഭർത്താവിനെയും കൊല്ലാൻ പോവാണ്, ആ ഒരു ദിവസം ഇന്നാണെന്ന് പറയുന്നതും അവൻ എഴുതിയ ഡിസംബർ 6 ആ ഒരു ദിവസം ഇന്നായിരുന്നു. ഇന്ന് 6 മണിക്ക് എന്നെയോ എൻ്റെ ഭർത്താവിനെയോ അവൻ കൊന്നിരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ ലേക്ക് ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് അവളിങ്ങനെ നടന്നു പോവാണ്. അപ്പോഴേക്കും ജൂൾസ് ചോദിക്കും, അല്ല ഈ ഒരു കാര്യം നിന്റെ ഭർത്താവിനോടോ പോലീസിനോടോ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭർത്താവിനോട് ഞാനിത് പറഞ്ഞിരുന്നു, പക്ഷേ അതെൻ്റെ തോന്നലാണെന്ന് പറഞ്ഞ് അവൻ എന്നെ കളിയാക്കി. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു കാര്യം നീ പോലീസിനോട് പോയി പറയരുത് എന്നുള്ള രീതിയിൽ അവൻ എന്നെ വഴക്ക് പറഞ്ഞു എന്നാണ് ഹീറോയിൻ പറയുന്നത്. ഓക്കെ, നിന്റെ ഭർത്താവിന്റെ പേര് പറയാൻ പറയുമ്പോൾ അവന്റെ പേര് മാർട്ടിൻ. ശരി, ഇപ്പോൾ ഇത്രയും ദൂരം നീ മാറി നിൽക്കുന്നത് എന്താ? നീ ഇപ്പോൾ നിന്റെ സ്വന്തം വീട്ടിലല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് പറയും. എന്നിട്ട് അവൾ ഇപ്പോൾ ഒരു ഗ്യാരേജ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ആ ഒരു ശബ്ദം കേട്ടിട്ട്, നിങ്ങളിപ്പോൾ ഒരു ഗ്യാരേജ് ഓപ്പൺ ചെയ്യാൻ പോകണോ? അതിനകത്ത് കാറുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അതേ ഉണ്ട്. ഇല്ല ക്ലാര, നിങ്ങളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ഗ്യാരേജിനകത്ത് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോൾ അവൾ ചോദിക്കും, അല്ല ഇതെല്ലാം നീ എന്തിനാ അറിയുന്നേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ ജൂൾസിന്റെ മൂക്കിൽ നിന്ന് രക്തം വരുന്നു. അപ്പോൾ അവനാണെങ്കിൽ ഒരു ടിഷ്യൂ എടുത്തിട്ട് അത് നല്ലതുപോലെ തുടച്ച് അതെടുത്ത് ഇങ്ങനെ മൂക്കിൽ തിരികെ വയ്ക്കും. അപ്പോൾ അവൾ ചോദിക്കും, ഈ ഒരു കാര്യങ്ങളെല്ലാം നീ അറിയുന്ന എന്തിനാ? നിന്റെ ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതുപോലെ ഒരു കോൾ സെന്ററിലാണ് ജോലി ചെയ്തിരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ഇതുപോലൊരു സേവനം മറ്റുള്ളവർക്ക് കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത് എന്നും പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ലാപ്ടോപ്പിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവളുടെ പേരിൽ ഈ ഗാർഹിക പീഡനത്തിന് അവൾ പരാതി കൊടുത്തതായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കും, അല്ല ക്ലാര, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇതുപോലെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ ഗാർഹിക പീഡനത്തിന്? അല്ല ഇപ്പോൾ നിന്റെ ഭർത്താവ് എവിടെയാണ്? നീ എന്തിനാ ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് നടക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ അവള് പെട്ടെന്ന് ഇതെല്ലാം നീ എന്തിനാ എന്നോട് ചോദിക്കുന്നേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവളിപ്പോൾ ആ ഒരു ഗ്യാരേജിൽ എടുക്കുന്ന കാറുണ്ടല്ലോ അതിലെന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാണ്. ഒരു പൈപ്പ് എടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ കയറ്, ടേപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം എന്തിനാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവൾ മറുപടിയൊന്നും പറയത്തില്ല. അതേസമയം തന്നെ ഇവിടെ ജൂൾസിന്റെ അച്ഛനാണെങ്കിലോ അവനെ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂൾസ് ആണെങ്കിലോ ഒരു വിധത്തിൽ ഫോൺ എടുക്കത്തില്ല. അതേസമയം വെളിയിൽ ആരോ ഒരാൾ കാറിൽ ഇവന്റെ വീടിന് വെളിയിൽ ഇങ്ങനെ വന്ന് നിരീക്ഷിക്കുന്നത് പോലെ അയാളുടെ കയ്യിലാണെങ്കിലും ഈ കൊല ചെയ്യപ്പെട്ടവരുണ്ടല്ലോ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണോ ആ ഒരു കില്ലർ അറിയത്തില്ല. അപ്പോൾ നിന്നെ ആ ഒരു കൊലയാളി പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണോ? നിന്റെ ഭർത്താവ് എവിടെയാണ്? നീ എന്തിനാ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത്, ഇതൊരു പേടി കൊണ്ട് മാത്രമാണ് എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് പറയാണ്. കാണിക്കുമ്പോഴത്തേക്കും അവളും അവളുടെ ഭർത്താവായിട്ടുള്ള മാർട്ടിനും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ഒരു പാർട്ടിയിലേക്ക് ഇങ്ങനെ ചെല്ലും. അങ്ങനെ അവിടെ ചെന്ന് ഒരുപാട് പേരോട് സംസാരിച്ച് തന്റെ ഭർത്താവ് ഒരു നല്ല ആളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഫോണിലൂടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവർ കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ ടേബിളിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഫുഡിൽ നോക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് ഈ പുഴുക്കളെല്ലാം വരുന്നത് പോലെ അവൾക്ക് ഇങ്ങനെ തോന്നും. സത്യം പറഞ്ഞാൽ ആ ഒരു രീതിയിൽ എന്തോ ഒരു മെന്റൽ പ്രോബ്ലം നമ്മുടെ ഹീറോയിനുണ്ട്. അത് മാർട്ടിനും അറിയാം. അതുകൊണ്ട് തന്നെ അവൻ പറയും, ഹേയ് അവിടെ അങ്ങനെയൊന്നുമില്ല, നീ മിണ്ടാതിരുന്ന് കഴിക്കാൻ പറ്റുമോ? നിന്നെ വീണ്ടും ഇനി ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകണമെന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല ഞാൻ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്നെല്ലാം പറഞ്ഞിട്ട് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അവൾ അതങ്ങനെ കഴിക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ക്ലാരേനെയും കൂട്ടി വേറൊരു ക്ലബിനകത്തേക്ക് കൊണ്ടുപോകുന്നു. നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് പണക്കാരാണ്. അപ്പോഴേക്കാണ് അവിടേക്ക് വന്നൊരു സ്ത്രീ മാർട്ടിനെ കാണുന്നതും അവനോട് എന്തോ ഒരു കാര്യം സംസാരിച്ച് ഓക്കെ ഈ ഒരു ബാഡ്ജ് നിങ്ങൾക്ക് തരുന്നെന്ന് പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല ഇതെന്താണ്? ഇത് VIP-കൾക്ക് മാത്രമായിട്ടുള്ളൊരു ബാഡ്ജാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഹീറോ അവളെയും കൊണ്ട് പോകുന്നത് മറ്റൊരു റൂമിനകത്തേക്കാണ്. അതിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് സ്ത്രീകളെ സെക്ഷലി ഉപയോഗിക്കാൻ വേണ്ടി പല രീതിയിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും നല്ല രീതിയിൽ പണവും കൊടുക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോയിനെയും ഇപ്പോൾ ഒരിടത്തേക്ക് കൊണ്ടിരുത്തിയിട്ട് ഇത് വേറെ ഒന്നുമല്ല, ഈ ഒരു സ്വാപ്പിംഗ് എന്ന് പറയുമല്ലോ, ഭാര്യമാരെ പരസ്പരം കൈമാറ്റം ചെയ്യുന്നൊരു രീതി. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലെ അംഗമായിരുന്നു മാർട്ടിൻ. അതറിയാതെ അവള് അവനോടൊപ്പം ചെല്ലുന്നതും അവൻ ഇപ്പോൾ അവൾക്ക് കുടിക്കാനായിട്ട് വൈനെല്ലാം കൊടുത്ത് അതിൽ എന്തോ ഡ്രഗ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആകെ അബോധാവസ്ഥയിലായി. അപ്പോൾ മാർട്ടിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവന്റെ സ്വന്തം ഭാര്യയായിട്ടുള്ള ക്ലാരയെ തന്റെ സുഹൃത്തുക്കൾക്ക് പല രീതിയിലും ഉപയോഗിക്കാനായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. പക്ഷെ ഇവള് ലഹരിയിലായതുകൊണ്ട് തന്നെ അവൾക്കൊന്നും ചെയ്യാനും കഴിഞ്ഞില്ല എന്നുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് ഇപ്പോൾ നമ്മുടെ ജൂൾസിനോട് അവൾ പറയും. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല എന്നിട്ട് നീ നിന്റെ ഭർത്താവിനോടൊപ്പമാണോ ജീവിക്കുന്നത്? അത് എനിക്ക് അവനെ വിട്ടുപോകാനായിട്ട് കഴിയുന്നില്ല. അതിനൊരു കാരണമുണ്ട്, എനിക്കൊരു മകളുണ്ട്,
അപ്പോൾ ജൂൾസ് ചോദിക്കും അവളെവിടെയാണ്? അവളിപ്പോൾ ഉറങ്ങുകയാണ്. അല്ല ഇപ്പോൾ നിന്റെ മകളെവിടെയാ? അവൾ ഒറ്റയ്ക്കാണുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല, അവളോടൊപ്പം ഒരു ബേബി സിറ്റർ ഉണ്ട്. ഇപ്പോൾ എന്റെ ഭർത്താവിനെ പറ്റി പറ. അവൻ നല്ലൊരു ഭർത്താവാണോ? എന്റെ മകള് അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അവനെ വിട്ടുപോകാനായിട്ട് കഴിയാത്തത്. ഓക്കെ, എന്തൊക്കെയായാലും ഞാനിത് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവള് പെട്ടെന്ന് കാറിനടുത്തേക്ക് നടക്കുമ്പോൾ ജൂൾസ് ചോദിക്കുന്നത് അല്ല നീ ഇപ്പോൾ എന്താ ചെയ്യാൻ പോന്നെ, നീ എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ അവൾ ആ ഒരു ഗ്യാരേജിന്റെ ഷട്ടർ പതിയെ അങ്ങ് അടയ്ക്കാണ്. അപ്പോൾ ചോദിക്കും ക്ലാര നീ എന്തോ ചെയ്യാൻ പോകുന്നു, അതൊരിക്കലും ചെയ്യരുതെന്ന് പറയുമ്പോൾ അവൾ പതിയെ കാറിനകത്തേക്ക് കയറിയിരിക്കും. എന്നിട്ട് അവൻ എന്നെ കൊല്ലുന്നതിന് മുന്നേ ഞാനിത് ചെയ്യാൻ പോവാണെന്ന് പറയുമ്പോൾ ക്ലാര ഇപ്പോൾ എന്തായാലും മരിക്കാൻ പോവാണ്. അപ്പോൾ ജൂൾസ് ഒരുപാട് പറയുന്നുണ്ട് പ്ലീസ് ഇല്ല അങ്ങനെ ചെയ്യരുത്, നിനക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇല്ല, ഒന്നുകിൽ ആ ഒരു കലണ്ടർ കില്ലർ അവൻ എന്നെ കൊല്ലും, ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ ഭർത്താവ് മാർട്ടിൻ അവൻ എന്നെ കൊല്ലും, അതിനു മുന്നേ ഞാൻ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവളിപ്പോ ആ ഒരു കോൾ എടുക്കാതെ അവളിപ്പോ ജൂൾസിനോട് സംസാരിക്കാതെ ആ ഒരു ഫോണും അവിടെ വെച്ചിട്ട് കാറിനകത്ത് തന്നെ ഇരിക്കും. അപ്പോഴാണ് കാണിക്കുമ്പോൾ ഈ ഒരു കാറിന്റെ പുകക്കുഴലുണ്ടല്ലോ, അവിടെ നിന്ന് ഒരു പൈപ്പ് കറക്റ്റ് ഈ ഒരു കാറിനുള്ളിലേക്ക് വിട്ടിട്ടുണ്ട്. എന്നിട്ട് അവൾ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു പുക ഉള്ളിലേക്ക് വന്ന് ശ്വാസം മുട്ടി അവൾ മരിക്കുന്ന രീതിയിലാണ് അവൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് അവളായാലും ജൂൾസിനോട് മറുപടി ഒന്നും പറയാതെ ഇപ്പോൾ കാർ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ കിടക്കുമ്പോഴത്തേക്കും ഇതിന് മുന്നേ സംഭവിച്ച ആ ഒരു കാര്യമുണ്ടല്ലോ അത് അവൾ ആലോചിച്ച് നോക്കുന്നുണ്ട്. ഈ ഒരു ക്ലബ്ബിൽ വെച്ച് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം അവളാണെങ്കിലും ക്ലബ്ബ് വിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് അവൾ നേരെ അവളുടെ കാറിനകത്തേക്ക് കയറി ഇരിക്കുകയാണ്. അവളുടെ മകന് വേണ്ടിയിട്ട് അവസാനമായിട്ടും ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മോളെ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ ആ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ജൂൾസിനാണെങ്കിലോ ആകെ ടെൻഷനായി പോയി. അവനാണെങ്കിൽ തിരിച്ചു വിളിച്ചിട്ടും അവളെ എടുക്കുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യുന്ന ആലോചിച്ച് ഇരിക്കുന്ന സമയത്താണ് അവന്റെ അച്ഛൻ ഇപ്പോൾ വിളിക്കുന്നത്. അപ്പൊ അവന്റെ അച്ഛൻ ചോദിക്കും ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു, നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ വർക്കിലാണ്, ഒരു സ്ത്രീ ഉണ്ട്, അവളാണെങ്കിൽ അപ്പോൾ അവളെ സ്വയം കൊല്ലാൻ വേണ്ടിയിട്ട് നിൽക്കാണ്. അല്ല അങ്ങനെയാണെങ്കിൽ നിനക്ക് ആ ഒരു കാര്യം പോലീസിനോട് പറഞ്ഞൂടെ? ഇല്ല അവൾ എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ശരി അങ്ങനെയാണെങ്കിൽ അത് ഞാൻ കണ്ടുപിടിക്കാം, നീ അവളുടെ പേരെനിക്ക് പറഞ്ഞാ. സോറി അച്ഛേ, അത് എനിക്ക് ആർക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയത്തില്ല, അത് പ്രൈവസിയാണെന്ന് പറയുമ്പോൾ ഇല്ല മോനെ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ പോലീസിനെ വിളിക്കാൻ കഴിയത്തില്ല, ഞാൻ എന്തായാലും കണ്ടുപിടിക്കാം, നീ പറഞ്ഞു തരാൻ പറയുമ്പോഴത്തേക്കും അവളുടെ പേര് ജൂൾസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവന്റെ അച്ഛനായാലും ഓക്കെ ഞാൻ എന്തായാലും അവളുടെ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് നിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് അയാളിപ്പോൾ അവിടേക്ക് പോകുന്നു. അതേ സമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ഒരുപാട് നേരം കാറിനകത്ത് തന്നെ ഇരുന്നിരുന്നിരുന്ന് ഇപ്പൊ അവളുടെ മകനെ ഓർത്ത് അവസാനം അവൾക്ക് മരിക്കാനായിട്ട് താല്പര്യമില്ല. അവൾ പെട്ടെന്ന് കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഛർദ്ദിക്കുകയാണ്. കാരണം ആ ഒരു പുക ഒരുപാട് ശ്വസിച്ചിരുന്നല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവൾ പതിയെ റൂമിനകത്തേക്ക് നടന്നു പോകും. അതേസമയം ഇവിടെ നമ്മുടെ ജൂൾസ് ആണെങ്കിൽ ഇപ്പോഴും അവിടെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, അവൾ ഫോൺ എടുക്കുന്നില്ല. ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും ആരോ ഒരാൾ നേരത്തെ കാണിച്ചല്ലോ ജൂൾസിന്റെ വീടിന്റെ വെളിയിൽ ഒരാൾ വന്ന് നോക്കിയിരുന്നു. അയാൾ ഇപ്പോൾ എവിടേക്ക് ഇങ്ങനെ കാറിൽ പോകുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ജൂൾസിന്റെ ആ ഒരു കോൾ എടുത്തിട്ട് അവനോട് പറയും എന്നെ കൊണ്ടത് കഴിഞ്ഞില്ല, അതുപോലെ എനിക്ക് നല്ല ക്ഷീണമുണ്ട് എന്ന് പറയുമ്പോൾ ജൂൾസ് ചോദിക്കും അല്ല നീ ഇപ്പോൾ എവിടെയാ? സോറി അതെനിക്ക് പറയാൻ കഴിയത്തില്ല, കാരണം ആ ഒരു കലണ്ടർ കില്ലർ എന്നെ ഒരിക്കലും കണ്ടുപിടിക്കില്ല, അതുപോലെ നിനക്ക് എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ, നീ എന്തിനാ എന്നെ വെറുതെ ഇങ്ങനെ വിളിക്കുന്നേ? അപ്പോൾ ജൂൾസ് പറയും കാരണം എനിക്ക് നിന്റെ അവസ്ഥ എന്താണെന്നറിയാം, നിന്നെ പോലെയുള്ള ഒരുപാട് സ്ത്രീകളുമായിട്ട് ഞാൻ ഇതിനു മുന്നേ സംസാരിച്ചിട്ടുണ്ട്, അവരെ എല്ലാവരെയും അവരുടെ ഭർത്താക്കന്മാരെ ഒരുപാട് ഉപദ്രവിച്ചു. അപ്പോൾ ഹീറോയിൻ ചോദിക്കും നീ അവരെ സഹായിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതെ പകുതിയോളം ഞാൻ സഹായിച്ചു, അത് കഴിഞ്ഞിട്ട് പോലീസ് വന്ന് അവരെ രക്ഷപ്പെടുത്തുമായിരുന്നു. എന്നിരുന്നാലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഒരു സ്ത്രീകളെല്ലാം ഇതുപോലെ സഹിച്ച് ഭർത്താവിന്റെ കൂടെ നിൽക്കുന്നതെന്നാണ്. അപ്പോൾ ഹീറോയിൻ പറയും അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കുട്ടികളുണ്ടാവും, അച്ഛനിൽ നിന്നും കുട്ടികളെ പിരിയാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്യാത്തതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതിനെപ്പറ്റി ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയുടെ അവസാനം പറയാം. ഈ ഒരു മൂവി കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നിയ ചില കാര്യങ്ങളാണ്, അത് നമുക്ക് എന്തായാലും അവസാനം പറയാം. അപ്പോൾ ഒരു ഭർത്താവ് സ്ത്രീയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടും അവരകന്നു പോകാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് ഹീറോയിൻ അങ്ങനെ പറയുമ്പോഴത്തേക്കും ജൂൾസ് ഇതെല്ലാം കേട്ടിട്ട് പറയുന്നുണ്ട് ക്ലാര നീ ഇത് അവസാനിപ്പിക്കണം, ഇങ്ങനൊരു ദുരിത ജീവിതം നീ അനുഭവിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഹീറോയിൻ പറയും ഞാൻ എന്താ നിനക്ക് ഇത്ര പ്രധാനം, എന്തുകൊണ്ടാണ് ഇതെല്ലാം എന്നോട് പറയുന്നേ? അപ്പോൾ ജൂൾസ് പറയും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എനിക്ക് ഫാബിയാൻ എന്ന് പറഞ്ഞിട്ടൊരു മകളുണ്ടെന്ന്, അവളുടെ അമ്മ എന്റെ ഭാര്യ, അവളും ഇതുപോലെ സ്വയം മരിക്കുകയാണ് ചെയ്തത്, അതൊരിക്കലും ഫാബിയന് സഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ ചോദിക്കും അല്ല നീ ഇതെല്ലാം എന്തിനാ എന്നോട് പറയുന്നേ, എനിക്ക് കുറ്റബോധം തോന്നാൻ വേണ്ടിയിട്ടാണോ? അല്ല ഒരിക്കലും അല്ല, എന്റെ ഭാര്യയും ഇതുപോലൊരു ക്ലിനിക്കിലായിരുന്നു, ആദ്യം ശരിയാവോ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷെ ഒരിക്കലും അവളുടെ അസുഖം ശരിയായിരുന്നില്ല, ബെർഗർ ഹോഫിലെ ഡോക്ടർമാരും അത് തന്നെയാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാനും ഉണ്ടായിരുന്നത്. അപ്പോൾ ജൂൾസ് ചോദിക്കും നിനക്കെന്ത് അസുഖമായിരുന്നു? ഡിസോഷിയേറ്റീവ് ഡിസോർഡേഴ്സ്, ഞാൻ ഇല്ലാത്ത കാര്യങ്ങൾ കാണും. അപ്പോൾ ജൂൾസ് ചോദിക്കും അപ്പോൾ ആ ഡോക്ടർമാർ നിന്നെ സഹായിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്കത് ചെറിയ രീതിയിൽ ഭേദമായിട്ടുണ്ട്, പക്ഷെ അതിനുവേണ്ടി മരുന്നുകൾ കഴിക്കണമെന്നേ ഉള്ളൂ, അത് വെച്ചും എന്റെ ഭർത്താവ് മാർട്ടിൻ എന്നെ ഒരുപാട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ജൂൾസിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ച ആ ഒരു കാര്യം എന്താണെന്ന് അവൻ ഇപ്പോൾ പറയുന്നത്. സത്യത്തില് ജൂൾസിന്റെ ഭാര്യയ്ക്ക് കുട്ടിക്കാലത്ത് അവളുടെ അച്ഛനിൽ നിന്നും ഒരു മോശ അനുഭവം സംഭവിച്ചിട്ടുണ്ട്, അത് കാരണം മാനസികമായിട്ട് അവൾ ഒരുപാട് ബുദ്ധിമുട്ടി, പക്ഷെ വലുതായിട്ടും
ആ ഒരു പ്രശ്നം അവൾക്ക് മാറിയില്ല, അതൊരു വിഷാദ രോഗത്തിലേക്ക് മാറി. അവസാനം അവൾക്ക് ജീവിക്കാൻ കഴിയാതെ അവൾ മരിക്കാനായിട്ട് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ബാത്റൂമിലേക്ക് കയറിയിട്ട് അവളുടെ കൈ അകത്ത് അവൾ മരിക്കാൻ ശ്രമിച്ചു. ഇത് തന്റെ കുട്ടികൾ കാണാതിരിക്കാൻ വേണ്ടി ആ ഒരു ഡോറും അടച്ചു വെച്ചു. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം. ഈ ഒരു കുട്ടികൾ കളിക്കുന്ന ആ ഒരു റൂമിലെ കുട്ടികൾ മെഴുകുതിരി എന്തോ കത്തിച്ചു വെച്ചിട്ട് അത് തറയിലേക്ക് വീണ് മൊത്തത്തിൽ ആ ഒരു റൂമിന് തീ പിടിച്ചു. കുട്ടികൾ അവിടെ ആയിപ്പോയി. അപ്പോൾ ഇവന്റെ ഭാര്യയാണെങ്കിലും മരിക്കാറായിട്ട് കിടക്കല്ലേ. രക്തം ഒരുപാട് പോയതുകൊണ്ട് അവൾക്കും ബോധമില്ല. ഈ ഒരു കുട്ടികൾ കരയുന്നത് കാരണം അവൾ എഴഞ്ഞു വന്നിട്ട് ആ ഒരു ഡോറ് തുറക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അവളെ കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ ആ ഒരു വീടിന് തീ പിടിച്ചിട്ട് ആ ഒരു ഭാര്യയെ മരിച്ചു. അതിലുള്ള കുട്ടികൾക്കും തീ പിടിച്ചു. അപ്പോഴേക്കാണ് ജൂൾസ് തന്റെ ഓഫീസിലിരുന്നിട്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതും. പെട്ടെന്ന് അവന്റെ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ആകെ തീയും പുകയായിട്ട് ഫയർഫോഴ്സ് എല്ലാവരും വന്ന് നിൽക്കുന്നു. ജൂൾസ് ആയാലും പെട്ടെന്ന് മുകളിലത്തെ റൂമിലേക്ക് പോയിട്ട് ആ ഒരു ഡോറ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അവന്റെ ഭാര്യ ആൾറെഡി മരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 2 കുട്ടികളുണ്ടല്ലോ, അതിലൊരു കുട്ടിയാണെങ്കിൽ തീ പിടിച്ച് മരിച്ചു. രണ്ടാമത്തെ കുട്ടിക്ക് കുറച്ച് ജീവൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കുഞ്ഞിനെ കൊണ്ട് അവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ചെയ്തത്. അപ്പൊ ആ ഒരു തീപിടുത്തത്തില് ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടു എന്നവരിങ്ങനെ പറയും. അതുകൊണ്ട് തന്നെ എന്റെ ഭാര്യ ചെയ്ത ആ ഒരു തെറ്റ് ഒരിക്കലും മറ്റുള്ള സ്ത്രീകൾ ചെയ്യരുത്. അവർക്ക് ഇതുപോലെ കുടുംബത്തിൽ നിന്നും എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊരിക്കലും ഇങ്ങനെ ചെയ്യരുതെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. കാരണം എന്റെ കുട്ടി നഷ്ടപ്പെട്ടതുപോലെ മറ്റൊരാൾക്ക് സംഭവിക്കരുത് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ജൂൾസ് ഇപ്പോൾ ഇവളോട് ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. അങ്ങനെ അത്രയും കാര്യങ്ങൾ പറഞ്ഞു തീരുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ ജൂൾസ് പറയുന്ന കാര്യങ്ങളെല്ലാം വീണ്ടും കേൾക്കാൻ തുടങ്ങാണ്. അതേസമയം ജൂൾസ് ആണെങ്കിലോ സംസാരിച്ച് ഒരു മുറിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പോൾ കിച്ചന്റെ ഭാഗത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ഈ കത്തി വെച്ചേക്കോലോ ആ ഒരു റോയിലെ ഒരു കത്തി മാത്രം കാണാനില്ല. ഇവിടെ നമ്മുടെ ഹീറോയിൻ നിൽക്കുന്ന ആ ഒരു വീട്ടിലാണെങ്കിലോ അതിനകത്തും എന്തോ ഒരു ശബ്ദം കേട്ട് അവള് പതിയെ അവരുടെ ആ ഒരു റൂമിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു ലാപ്ടോപ്പിൽ മാർട്ടിൻ ഇവളെ ആ ഒരു ക്ലബിലേക്ക് കൊണ്ടുപോയല്ലോ. അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിട്ട് ലാപ്ടോപ്പിൽ ഇങ്ങനെ പ്ലേ ചെയ്തേക്കുന്നു. അതുമല്ല അവിടെയുള്ള ആ ഒരു വലിയ ഗ്ലാസ്സിലാണെങ്കിൽ കലണ്ടർ കില്ലർ എല്ലാവരെയും കൊല്ലുന്നതിന് മുന്നേ ആ ഒരു ഡേറ്റും ടൈമെല്ലാം എഴുതി വെക്കുന്നത് പോലെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അവൾ ചെന്നിട്ട് ആ ഒരു ലാപ്ടോപ്പ് അടിച്ചങ്ങ് പൊട്ടിച്ചിട്ടാണ് ഈ ഒരു ഡേറ്റ് കാണുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം ഇനി അവൾക്ക് തോന്നുന്നതാണോ ഇല്ലയെന്ന് നമുക്കറിയത്തില്ല. കാരണം അവൾക്ക് ഇല്ലാത്ത കാര്യങ്ങൾ കാണുന്നൊരു അസുഖം ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ ഒരു കാര്യം സത്യമാണോ ഇല്ലയെന്ന് അറിയത്തില്ല. അതേസമയം ഇവിടെ നമ്മുടെ ജൂൾസ് അവനാണെങ്കിലും ഈ ഒരു വീടിനകത്ത് ആരോ കയറിയതുപോലെ തോന്നിയിട്ട് പെട്ടെന്ന് ഒരു ബൾബ് ഊരി അത് ബാത്റൂമിന്റെ സൈഡിലേക്ക് കൊണ്ടുവന്ന് ഒരു തുണിയിൽ വെച്ചിട്ട് അതിടിച്ച് പൊട്ടിച്ച് ആ ബൾബ് പൊട്ടിയ പീസുകളുണ്ടല്ലോ അതെല്ലാം നേരെ ആ റൂമിന്റെ വാതിൽക്കൽ കൊണ്ടിങ്ങനെ ഇടുകയാണ്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൽ ചവിട്ടി അവൻ ആ ഒരു കാര്യം അറിയാൻ കഴിയും അതിനു വേണ്ടിയിട്ട്. അതേസമയമാണ് നമ്മുടെ ഹീറോയിൻ പറയുന്നത് ഇതുപോലെ എന്റെ വീട്ടിലെ ആ കലണ്ടർ കില്ലർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അവൻ ഇവിടുത്തെ ഗ്ലാസ്സിലെ രക്തം കൊണ്ട് ആ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നതും ഇവിടെ വെളിയിൽ കാണിക്കുമ്പോൾ നേരത്തെ ഒരാൾ ഡ്രൈവ് ചെയ്ത് പോയിരുന്നല്ലോ, അയാൾ ഇപ്പോൾ ഈ ഒരു വീടിനടുത്തേക്ക് ഹീറോയിനുള്ള ആ ഒരു വീടിനടുത്തേക്ക് വരികയാണ്. അപ്പോഴേക്കും നമ്മുടെ ജൂൾസ് പറയും ഞാൻ എന്തായാലും അവിടേക്ക് ഒരു ക്യാബ് അയക്കാം, അതിൽ കയറി നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് അവളുടെ അഡ്രസ്സ് ചോദിക്കുമ്പോഴത്തേക്കും അവൾ പറയും ഇല്ല അത് കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ കാറുണ്ട്. കാരണം മാർട്ടിനും എന്നെ അന്വേഷിച്ച് വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഇവിടെ നിന്ന് പോയേ പറ്റൂ. അപ്പോൾ ജൂൾസ് പറയും ഇപ്പോഴെങ്കിലും നിനക്ക് നിന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കണമെന്ന് തോന്നിയെങ്കിൽ നീ നേരെ വീട്ടിലേക്ക് പോയിട്ട് നിന്റെ മകളെ അവനിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക, വേറെ വഴിയില്ലാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു കാര്യം പറയുമ്പോൾ ഇവിടെ വെളിയിൽ കാറിൽ വന്നല്ലോ ഒരാള്. അയാളിപ്പോൾ പതിയെ ഈ ഒരു വീടിനകത്തേക്കായിരുന്നു. അതും ആ ഒരു ഗ്യാരേജ് തുറന്നു കിടന്നതുകൊണ്ട് അതിനുള്ളിലൂടെ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിൻ കണ്ടിട്ട് അതിപ്പോൾ ജൂൾസിനോട് പറയാണ് ജൂൾസ് ആ ഒരു കലണ്ടർ കില്ലർ അവൻ ഇവിടേക്ക് വന്നിട്ടുണ്ട്, അവൻ എന്നെ കൊല്ലാൻ പോകണമെന്നെല്ലാം പറയുമ്പോഴത്തേക്കും ജൂൾസ് നോക്കുമ്പോൾ സമയം ഇപ്പോൾ 10 മാത്രമേ ആയിട്ടുള്ളൂ. അവൻ 12 മണിക്കാണ് കൊല്ലുമെന്ന് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ജൂൾസ് പറയും ശരി നീ അടങ്ങി എവിടെയെങ്കിലും ഒളിച്ചിരിക്കാൻ പറയുമ്പോൾ ഹീറോയിൻ ആയാലും അതുപോലെ തന്നെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരുത്തനായാലും അകത്തേക്ക് കയറിയിട്ട് അവിടെ എല്ലാം ഇങ്ങനെ നോക്കുന്നു. ആ ഒരു സമയം നമ്മുടെ ഹീറോയിൻ ഈ ഒരു വീടിന്റെ മറ്റൊരു ഭാഗം തുറന്നിട്ട് നേരെ വെളിയിലേക്ക് ഇറങ്ങി ഓടും. അതുപോലെ ഈ ഒരു മഞ്ഞായതുകൊണ്ട് തന്നെ അവൾ ഓടിപ്പോകുന്ന ആ ഒരു കാൽപ്പാടുകൾ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ ആയാലും അയാൾ കാണാതെ ഒരു വിധത്തിൽ അവളുടെ വീടിനടുത്തുള്ള ആ ഒരു കാടുണ്ട് അതിനകത്തേക്ക് ഓടി ഇങ്ങനെ കയറുകയാണ്. അപ്പൊ അയാൾ എന്തായാലും ഈ ഒരു കാര്യം കാണുന്നില്ല. അതേ സമയമാണ് ഇവിടെ ജൂൾസിന്റെ അച്ഛൻ അവനെ വിളിക്കുന്നത്. ഇവിടെയാണ് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. സത്യത്തിൽ ഹീറോയിന്റെ വീട്ടിലേക്ക് വന്ന ആ ഒരാളുണ്ടല്ലോ അയാൾ ഒരിക്കലും ആ ഒരു കില്ലർ അല്ലായിരുന്നു. അയാൾ ജൂൾസിന്റെ അച്ഛനാണ്. ജൂൾസ് നേരത്തെ പറഞ്ഞിരുന്നല്ലോ അവളെ കണ്ടുപിടിക്കാനായിട്ട്. അതനുസരിച്ചാണ് അയാൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ട് പറയും ജൂൾസ് ഞാനിവിടെ വന്നപ്പോൾ ആ ഒരു പെണ്ണിനെ കണ്ടില്ല, ഞാൻ എല്ലായിടത്തും നോക്കി പക്ഷെ എവിടെയും കണ്ടില്ല. ജൂൾസ് ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ ഒരു സ്ത്രീ ചിലപ്പോൾ നിന്നോട് കള്ളം പറയുന്നതായിരിക്കാം, അതുകൊണ്ട് നീ അവരെ വിശ്വസിക്കരുതെന്ന് പറയുമ്പോൾ ജൂൾസ് ആയാലും ഈ ഒരു കാര്യം കേട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. അതേ സമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ ഈ ഒരു കാടിനുള്ളിലൂടെ ഒരുപാട് ദൂരം ഓടി ഓടി ഇപ്പോൾ നല്ലതുപോലെ ക്ഷീണിക്കുന്നു. അതുമല്ല ഇവൾക്ക് നടന്ന ആ ഒരു കാര്യങ്ങളെല്ലാം ഓർത്ത് അവൾക്ക് ആ ഒരു അസുഖം കൂടി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അതെല്ലാം ചിന്തിച്ച് നടന്ന അവസാനം അവളുടെ ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ സിഗ്നൽ കട്ടായി പോയി. കാരണം ഈ ഒരു കാടിനകത്തേക്ക് കയറിയത് കൊണ്ട് തന്നെ സിഗ്നൽ ഇല്ല. അങ്ങനെ നോക്കി നടക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് കാല് തട്ടിയിട്ട് അവൾ ഉരുണ്ട് നേരെ റോഡിലേക്ക് വന്ന് വീഴും. ഇവിടെ നമ്മുടെ ജൂൾസ് ആണെങ്കിൽ ഹീറോയിനെ വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ല, സിഗ്നൽ ഇല്ലാത്തത് കൊണ്ട് എന്തായാലും കോള് പോകത്തില്ല. അങ്ങനെ ഹീറോയിൻ ഇവിടെ ഒരുപാട് നേരം കിടക്കുമ്പോഴത്തേക്കും
അതിലേ പോയൊരു വണ്ടി പെട്ടെന്ന് അവിടേക്ക് നിർത്തിയിട്ട് ഈ സാന്റാക്ലോസിന്റെ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഒരാൾ പെട്ടെന്ന് ഇറങ്ങി വന്ന് ഹീറോയിനെ പിടിക്കുമ്പോൾ അവൾ പെട്ടെന്ന് പേടിച്ചിട്ട് എന്നെ ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ ഇല്ലില്ല ഞാൻ നിങ്ങളൊന്നും ചെയ്യത്തില്ല ഉപദ്രവിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ പേര് ഹെൻറിക്ക് എന്നാണ്, അല്ല നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയത് എന്നെല്ലാം ചോദിച്ചു അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. ശരി നിങ്ങളെ ഞാൻ ടൗണിലേക്ക് ആക്കി തരാം എന്നും പറഞ്ഞിട്ട് അവന്റെ വണ്ടിയിൽ കയറ്റി അവളെയും കൊണ്ടിങ്ങനെ പോവാണ്. ഇനിയിപ്പോ ഇവനാണോ കില്ലർ നമുക്കറിയത്തില്ല. അതേസമയം ഇവിടെ ആ ഒരു വീട്ടിൽ കാണിക്കുമ്പോൾ ഹീറോയിന്റെ ഭർത്താവായിട്ടുള്ള മാർട്ടിൻ അവനിപ്പോ ഈ ഒരു വീട്ടിലേക്ക് വരികയാണ്. അവൻ അതിനകത്ത് കയറി നോക്കുമ്പോഴത്തേക്കും അവിടെ ആരെ കാണുന്നില്ല. ഓരോ മുറിയിൽ പോയി നോക്കിയിട്ടും ആരെയും കാണാത്തത് കൊണ്ട് തന്നെ ഹീറോയിൻ വെളിയിലേക്ക് ഇറങ്ങി ഓടിയല്ലോ. ആ ഒരു വശത്തേക്ക് ഒന്ന് നോക്കുമ്പോൾ അവൾ വെളിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം അവന് മനസ്സിലായി. കാരണം ആ ഒരു കാൽപ്പാടുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഹീറോയിൻ ആണെങ്കിലും ആ ഒരു കാറിൽ പോകുമ്പോൾ അവന്റെ പേര് ഹെൻറിക്ക് എന്നാണ് പറഞ്ഞിരുന്നല്ലോ. അവനിപ്പോ പറയും ഞാൻ ഇതുപോലെ ഒരു പാർട്ടി കഴിഞ്ഞിട്ട് വരികയാണ്, അതുപോലെ ഞാനൊരു സ്ട്രിപ്പറാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ഹീറോയിൻ ഇപ്പോൾ നമ്മുടെ ജൂൾസിനെ വിളിക്കും. അപ്പോഴേക്കും ജൂൾസ് ഫോൺ എടുത്തിട്ട് അല്ല നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ഹെൻറിക്ക് എന്ന് പറഞ്ഞ ഒരാളെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി, ഞാൻ എന്തായാലും വീട്ടിലേക്ക് വരികയാണ്, എന്നെ അയാൾ നഗരത്തിലേക്ക് ഇറക്കി വിടാന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കും ജൂൾസ് പറയും ക്ലാര ഇന്നത്തെ ദിവസം നീ ആരെയും വിശ്വസിക്കരുത് എന്ന് പറയുമ്പോൾ ഹീറോയിൻ അവനിങ്ങനെ നോക്കുന്നുണ്ട്. അതേസമയം ജൂൾസിന്റെ മകളാണെങ്കിൽ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കരയാൻ തുടങ്ങുന്നതും ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് ജൂൾസ് നേരെ മുറിയിലേക്ക് ചെന്നിട്ട് അവൾക്ക് കഴിക്കാനായിട്ട് എന്തോ ഒരു മരുന്ന് കൊടുക്കുന്നു. മരുന്ന് കൊടുത്ത് അവളെ വീണ്ടും ഉറക്കി കിടത്താൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അവൾ ഉറങ്ങുന്നില്ല. അപ്പോൾ ഈ ഒരു ശബ്ദം കേട്ട നമ്മുടെ ഹീറോയിൻ പറയും ശരി അവളുടെ ചെവിയിലേക്ക് ഫോൺ വെച്ച് കൊടുക്കുക എന്നും പറഞ്ഞിട്ട് ഹീറോയിൻ അവളുടെ കുട്ടിക്ക് പാടി കൊടുക്കുന്ന ഒരു പാട്ടുണ്ട്. ആ ഒരു താരാട്ട് പാട്ട് ഇങ്ങനെ പാടി കൊടുക്കുമ്പോൾ ഈ ഒരു കുട്ടിയായാലും പെട്ടെന്ന് ഉറങ്ങുകയാണ്. അപ്പൊ ഇത് കേൾക്കുന്ന നമ്മുടെ ജൂൾസ് ആയാലും പെട്ടെന്ന് കരയുന്നുണ്ട്. അല്ല എന്തോ പറ്റി നീ കരയാനെന്ന് ചോദിക്കുമ്പോൾ എന്റെ ഭാര്യയും ഇതുപോലെ എന്റെ കുട്ടികൾക്ക് പാട്ട് പാടി കൊടുക്കുമായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കരയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയും പറയും ശരി ഞാനും എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് പോവാണ്, എന്റെ മകൾക്ക് എന്നെ ആവശ്യമുണ്ട്. അതുമല്ല ഞാൻ മാർട്ടിനെ ഇതിനു മുന്നേ സ്നേഹിച്ചിരുന്നു, പക്ഷേ ഇനി ഒരിക്കലും അത് ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് അവള് ഫോണും ഇപ്പൊ കട്ട് ചെയ്യാണ്. അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവള് പറയുന്ന കാര്യങ്ങളെല്ലാം അവന് കേട്ടിരുന്നല്ലോ. അപ്പോൾ ഹെർഡിക്ക് ചോദിക്കും ഓക്കെ അപ്പോൾ നിന്നൊരു കലണ്ടർ കില്ലർ കൊല്ലാൻ വരുവാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല, അത് ചിലപ്പോൾ സംഭവിക്കാം. നിന്റെ കയ്യിലൊരു സിഗരറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനൊരു സിഗരറ്റ് പാക്കറ്റ് ഇങ്ങനെ എടുത്ത് കൊടുക്കും. അതെടുത്തിട്ട് ശരി ഫയർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അത് എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും അവിടെ ഒരു ടേസർ കിടക്കുന്നു. അപ്പോൾ ഈ ടേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുമല്ലോ, ആ ഒരു ചെറിയ ഡിവൈസ് ആണ്. ഇത് കാണുമ്പോൾ ഹീറോയും വിചാരിക്കും ഇനിയിപ്പോൾ ഇവനാണ് കില്ലർ എന്ന് വിചാരിച്ചിട്ട് വണ്ടി നിർത്താൻ പറഞ്ഞ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചാടുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അവൻ പറയും ഇല്ലില്ല എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ടേസർ ഞാൻ കൊണ്ടു നടക്കും, പേടിക്കണ്ട ഞാൻ നിങ്ങളെയൊന്നും ചെയ്യത്തില്ല എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് വണ്ടി നിർത്തിയിട്ട് പേടിക്കണ്ട ഞാൻ നിങ്ങളെ കൊണ്ടാക്കാം, ഞാൻ ഒന്നും ചെയ്യത്തില്ല എന്നെല്ലാം പറയുന്നതും പെട്ടെന്ന് പുറകിൽ കാണിക്കുമ്പോഴത്തേക്കും മാർട്ടിൻ ഉണ്ടല്ലോ അവൻ ഇവിടേക്ക് വണ്ടി കൊണ്ടുവന്നിട്ട് ഇവരെ കണ്ടുപിടിച്ച് പെട്ടെന്ന് ഹെർഡിക്കിനെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി അവനെ നല്ലതുപോലെ ഇടിക്കുകയാണ്. ഇടിച്ച് താഴെക്കിട്ട് അവന്റെ മുഖത്ത് കയറി ഇടിക്കുന്നതും ഹീറോയിൻ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വന്ന് മാർട്ടിനെ പിടിച്ചു മാറ്റും. എന്നിട്ട് പറയും ഞാനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്, ഇയാളെ വഴിയിൽ വെച്ച് കണ്ടതാണ് എന്നെല്ലാം പറഞ്ഞ് ഹെർഡിക്കിനെ പതിയെ എഴുന്നേൽപ്പിച്ച് അവന്റെ വണ്ടിയിലേക്ക് കൊണ്ടിരുത്തിയിട്ടാണ് സോറി എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞ് അവനോട് സോറി എല്ലാം പറയുമ്പോഴത്തേക്കും മാർട്ടിൻ ഇപ്പോൾ ഹീറോയിനെ വിളിച്ചിട്ട് അവന്റെ കാറിലേക്ക് കയറ്റി അവളെയും കൊണ്ട് തിരിച്ചു പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ മാർട്ടിനോട് ചോദിക്കുന്നത് നീ ബെഡ്റൂമിൽ കയറിയിട്ട് ഈ ഒരു കാര്യം എന്തിനാ എഴുതി വെച്ചേ ചോദിക്കുമ്പോൾ നീ ബെഡ്റൂമിൽ കയറിയില്ലേ. അപ്പോഴേക്കാണ് അവിടെ കലണ്ടർ കില്ലർ എഴുതി വെച്ച ആ ഒരു കാര്യം ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് അവനെ കാണിച്ചിട്ട് ദേ കലണ്ടർ കില്ലർ അവൻ നമ്മളെ കൊല്ലാൻ പോവാണ്. അപ്പോൾ മാർട്ടിൻ കലണ്ടർ കില്ലർ വീണ്ടും നീ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വരികയാണോ, ഓക്കെ ശരി ഇനി അങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോലീസിനെ വിളിക്കാം, പക്ഷേ ഇത് നിന്റെ പ്രശ്നമാണെങ്കിൽ നീ വെറുതെ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണെങ്കിൽ നിന്നെ എന്തായാലും നാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അതുമല്ല ഞാൻ ഗ്യാരേജിൽ കയറിയിരുന്നു, കാറിനകത്ത് ആ ഒരു ട്യൂബും കണ്ടു, ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത് എന്നും പറഞ്ഞിട്ട് കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവിടെ ജൂൾസിന്റെ അടുത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് അവന്റെ വീട്ടിൽ ഇപ്പോൾ നല്ലതുപോലെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആരോ വീടിനകത്ത് കയറി. അതാരാണെന്ന് അറിയാൻ വേണ്ടി ജൂൾസ് റൂമിലെല്ലാം ഇങ്ങനെ നടന്നു നോക്കാണ്. അപ്പോഴേക്കാണ് ഇവിടെ നമ്മുടെ മാർട്ടിൻ ഹീറോയിനോട് പറയുന്നത് കഴിഞ്ഞ വർഷം ഞാൻ നിന്നോട് അങ്ങനെയെല്ലാം കാണിച്ചതിന് ശേഷം എനിക്ക് തന്നെ മാറണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാനൊരു തെറാപ്പി എടുക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ അവരെന്നെ പരിശോധിച്ചതിന് ശേഷം പറഞ്ഞത് എനിക്കൊരു കുഴപ്പവും ഇല്ലെന്നാണ് എന്നും പറഞ്ഞിട്ട് വണ്ടി ഒരിടത്തേക്ക് നിർത്തിയിട്ടാണ് ഇപ്പോൾ അവൻ പറയുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ ക്ലാര, ഇതിലെല്ലാം കാരണം നീയാണ്, എന്നെ വെറുതെ നീ പ്രകോപിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവൾ പറയും എന്ത് ഞാനോ, ഞാൻ കാരണമാണോ നീ അങ്ങനെയെല്ലാം ചെയ്യുന്നത് ചോദിക്കുമ്പോൾ അതെ ഞാൻ ഇത് തുടങ്ങിയ സമയത്ത് ഞാൻ നിന്നെ ഉപദ്രവിക്കുന്ന സമയത്ത് തന്നെ നീ ഒരിക്കലും എന്നെ വിട്ട് പോയില്ല, നീ ഇതെല്ലാം സഹിച്ചു പിടിച്ച് എന്നോടൊപ്പം കഴിഞ്ഞു, അതുകൊണ്ട് ഇത് വീണ്ടും സംഭവിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്നെല്ലാം പറയണ. വേറെ ഒന്നുമല്ല അവനിപ്പോൾ എന്തായാലും അവളെ ഉപദ്രവിക്കും അടിക്കും, ഇതെല്ലാം സഹിച്ചു പിടിച്ച് വീണ്ടും അവൾ അങ്ങനെ തന്നെ നിൽക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവൾ ആദ്യം തന്നെ പോവാഞ്ഞതെന്താ എന്നുള്ള രീതിയിലാണ് അവൻ ഇപ്പോൾ അവളെ ചോദ്യം ചെയ്യുന്നത്. ഇപ്പൊ എല്ലാം അവളുടെ തെറ്റുപോലെ. അപ്പോൾ ഹീറോയിനായാലും ഇതെല്ലാം കേട്ടിട്ട് അവനോട് എതിർത്തിങ്ങനെ സംസാരിക്കുന്നതും അവൻ പെട്ടെന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്നും പറഞ്ഞ് ഒരു ഒറ്റയടി. അത് കഴിഞ്ഞിട്ട് അവളുടെ തല പിടിച്ച് കാറിനകത്ത് ഒരു ഒറ്റയടി. അപ്പോഴേക്കാണ് അവൾ പറയുന്നത് എനിക്ക് എൻ്റെ മകളെ കാണണം, അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് പറയുന്നതും ഇവിടെ നമ്മുടെ ജൂൾസിനെ കാണിക്കുമ്പോൾ ജൂൾസ് ഇപ്പോൾ നടന്ന് അവൻ തന്നെ അറിയാതെ
ആ ഒരു ബൾബ് പൊട്ടിച്ചിട്ടല്ലോ അതിലേക്ക് കൊണ്ട് ചവിട്ടിയിട്ട് അവന്റെ കാല് മുറിയും. അങ്ങനെ ആ ഒരു മുറിഞ്ഞ കാലും വെച്ചിട്ട് വീണ്ടും ഈ ഒരു ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് അവനിങ്ങനെ നടന്നു വരികയാണ്. അങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും അവിടെ ഈ മകളുടെ റൂമിൽ നിന്നാണ് ആ ഒരു ശബ്ദം കേൾക്കുന്നത്. എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെയുള്ള ആ ഒരു ജനാല ഭാഗം തുറന്നു കിടക്കുന്നു. ഇതിനകത്ത് ആരോ കയറിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. എന്നിട്ട് ആ ഒരു ജനാലയെ അടച്ച് പതിയെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നതും പെട്ടെന്ന് പുറകിലൂടെ ഒരുത്തം വന്ന് അവനെ അറ്റാക്ക് ചെയ്യാണ്. എന്നിട്ട് കത്തി വെച്ച് അവനെ കുത്താനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അവന്റെ കാലിൽ ഒരു വെട്ടും വെട്ടിയിട്ട് അവൻ അവിടെ നിന്ന് ഓടി മറ്റൊരു വശത്തേക്ക് പോകുമ്പോഴത്തേക്കും ജൂൾസ് അവന്റെ പുറകെ വന്നിട്ട് ഒരു സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അതൊരു ചെറിയ പയ്യനായിരുന്നു. അവൻ ഇപ്പൊ ഒരു ബിൽഡിങ്ങിന്റെ സൈഡിലൂടെ നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്കും ജൂൾസ് പറയുന്നുണ്ടേ പേടിക്കണ്ട, താഴേക്കിറങ്ങി വാ, എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഇവിടെ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും മാർട്ടിനും ഇപ്പൊ അവരുടെ ആ ഒരു വീടിന്റെ ബേസ്മെന്റ് ഭാഗത്തെത്തി. എന്നിട്ട് അവരാണെങ്കിലും അവിടെ കാർ പാർക്ക് ചെയ്യാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിൻ ഹെൻറി കണ്ടല്ലോ, അവന്റെ വണ്ടിയിൽ നിന്നും ആ ഒരു ടേസർ എടുത്തായിരുന്നു. അത് വെച്ചിട്ട് മാർട്ടിന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കുത്ത്. എന്നിട്ട് ആ ഒരു കാറിന്റെ കീ എടുത്ത് ഡോറും അടച്ചു വെച്ചിട്ട് അവൾ പെട്ടെന്ന് വീടിനകത്തേക്ക് കയറി പോവും. അവനിപ്പോ വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയത്തില്ല. അങ്ങനെ ഹീറോയിനായാലും പതിയെ മുകളിൽ അവളുടെ ഒരു വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഓടി ഓടി നേരെ മുകളിൽ വന്നിട്ട് ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ആരും ഡോർ തുറക്കുന്നില്ല. അങ്ങനെ അവളായാലും ഡോർ തുറന്നകത്തേക്ക് വരുമ്പോൾ ജൂൾസ് അവന്റെ വീട്ടിലെ ആ ഒരു ബൾബ് പൊട്ടിച്ചിട്ടിരുന്നല്ലോ അതിൽ കയറി ഇവളിങ്ങനെ ചവിട്ടും. ഷടാ, ഇതെങ്ങനെ സംഭവിച്ചു? അതുപോലെ ഇതിനകത്താണെങ്കിൽ ആ ഒരു ലാപ്ടോപ്പ് ഇരിക്കുന്നു. ഇപ്പോൾ ഹീറോയിൻ ജൂൾസിന്റെ വീട്ടിലാണോ വന്നത് അതോ അവളുടെ വീട്ടിലാണോ വന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും റൂമിനകത്ത് ആരോ ഒരു പാട്ട് പാടുന്ന ശബ്ദം കേൾക്കുന്നു. ഹീറോയിനായാലും പതി അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഹീറോയിന്റെ മകളുടെ അടുത്ത് ജൂൾസ് ഇരിക്കുന്നു. ഇവിടെ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നതല്ലേ? ഇവിടെയാണ് ആ ഒരു ഒന്നൊന്നര ട്വിസ്റ്റ്. വേറെ ഒന്നുമല്ല, സത്യത്തിൽ കലണ്ടർ കില്ലർ എന്ന് പറഞ്ഞ ആ ഒരു സീരിയൽ കില്ലർ അത് ജൂൾസ് ആയിരുന്നു. ഇത്രയും നേരം ഹീറോയിന്റെ വീട്ടിലിരുന്നിട്ടാണ് അവൻ അവളോട് തന്നെ സംസാരിച്ചത്. അപ്പോൾ ഹീറോയിൻ പെട്ടെന്ന് അവളുടെ അടുത്ത് ഓടി ചെല്ലുമ്പോഴത്തേക്കും ഇല്ല, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഉറക്ക ഗുളിക കൊടുത്തിട്ടുണ്ട്, അവൾ ഉറങ്ങാണ്, ഇപ്പോൾ ബഹളമൊന്നും ഉണ്ടാകരുതെന്ന് പറഞ്ഞിട്ട് ഹീറോയിന്റെ കയ്യിലുള്ള ആ ഒരു ടേസർ ഉണ്ടല്ലോ അതും അവൻ പിടിച്ചങ്ങ് വെക്കും. എന്നിട്ട് പറയും ബാ നമുക്ക് വെളിയിലേക്ക് പോയി സംസാരിക്കാമെന്നും പറഞ്ഞ് ഹീറോയിനെ വിളിച്ചപ്പോൾ വെളിയിലേക്ക് വരികയാണ്. എന്നിട്ട് നിന്റെ ഭർത്താവ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും പ്ലീസ് ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ ഇല്ല, സമയമാവാറായി, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ശരി, ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവനിപ്പോൾ ലാപ്ടോപ്പിൽ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കാണ്. വേറെ ഒന്നുമല്ല, ഇവരുടെ വീടിനകത്ത് അവൻ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൂടെ തന്നെ മാർട്ടിൻ ഉണ്ടല്ലോ ഇവളുടെ ഭർത്താവ്, അവളെ ഒരുപാട് ഉപദ്രവിക്കുന്നതായിട്ടും അവൻ കണ്ടു മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ കൊല്ലാന്ന് അവൻ തീരുമാനിച്ചത്. അപ്പൊ ഇതും കണ്ടിട്ട് ഹീറോയിൻ പെട്ടെന്ന് ഓടി വന്ന് ആ ഒരു കത്തി എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് അവളെ തടഞ്ഞു നിർത്തിയിട്ട് ദയവ് ചെയ്തത് ചെയ്യരുത്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറയുമ്പോൾ അവൾക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതേ സമയം നമ്മുടെ ജൂൾസിന്റെ അച്ഛനാണെങ്കിലോ വീണ്ടും ഈ ഒരു ബിൽഡിങ്ങിന്റെ വെളിയിൽ വന്നിങ്ങനെ നിൽക്കാണ്. അയാൾക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്കറിയത്തില്ല. ഇവിടെ നമ്മുടെ മാർട്ടിനെ കാണിക്കുമ്പോഴത്തേക്കും മാർട്ടിനാണെങ്കിൽ കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ അവൻ പെട്ടെന്ന് അതിന്റെ ഗ്ലാസ് ഇടിച്ചങ്ങ് പൊട്ടിച്ചിട്ട് ഇപ്പോൾ വെളിയിലേക്ക് ഇറങ്ങും. അപ്പോഴാണ് ഇവിടെ ജൂൾസ് ഹീറോയിനോട് ചോദിക്കുന്നത്, അപ്പോൾ നീയാണോ നിന്റെ ഭർത്താവാണോ, ആരെയാ ഞാൻ കൊല്ലേണ്ടത്? അപ്പോൾ അവളൊന്നും മിണ്ടത്തില്ല. അപ്പോൾ ജൂൾസ് ചോദിക്കും, അല്ല നീ എന്തിനാ അവനെ സഹിച്ചിങ്ങനെ ജീവിക്കുന്നത്? അവൻ എത്രത്തോളം നിന്നെ ഉപദ്രവിച്ചെന്ന് എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം. പിന്നെ എന്തിനാ അവനെ രക്ഷിക്കാനായിട്ട് നീ ശ്രമിക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇവിടെ മാർട്ടിനെ കാണിക്കുമ്പോഴത്തേക്കും അവൻ ഇപ്പോൾ പതിയെ മുകളിലേക്ക് കയറി വന്നിട്ട് ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന ആ ഒരു ശബ്ദം കേട്ടു. എന്നിട്ടാണ് ഈ ഒരു ഗോൾഫ് കളിക്കുന്ന ഒരു ബാറ്റ് ഉണ്ട് അത് പതിയെ എടുത്തുകൊണ്ട് വന്ന് ജൂൾസിന്റെ പുറകെ വന്നിട്ട് അവനെ അടിക്കാനായിട്ട് വരുന്നതും ജൂൾസ് പെട്ടെന്നങ്ങ് കുനിഞ്ഞിട്ട് മാർട്ടിനെ ഒരു രണ്ടിടി ഇടിച്ചങ്ങ് താഴെക്കിടും. എന്നിട്ട് അവന്റെ മുകളിലേക്ക് കയറിയിരുന്ന് ഒരൊറ്റ ഇടി ഇടിക്കുന്നത് മാർട്ടിന്റെ ബോധം പോയി. അതേസമയം ഇവിടെ താഴെ ജൂൾസിന്റെ അച്ഛനാണെങ്കിലോ നടന്ന് ഈ ഒരു ബിൽഡിങ്ങിന്റെ വശത്തേക്ക് വരുമ്പോഴത്തേക്കും നേരത്തെ ജൂൾസിന്റെ റൂമിൽ കയറിയ ആ ഒരു പയ്യനുണ്ടല്ലോ അവനിപ്പോ താഴെ വീണ് മരിച്ചു കിടക്കാണ്. അപ്പൊ അയാളായാലും മുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ജൂൾസ് ഇപ്പോൾ ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ട് ഓക്കെ നീ നിന്റെ ഭർത്താവിനെ കൊല്ലാൻ പോവാണ് എന്നും പറഞ്ഞ് അവളുടെ മുഖത്തൊട്ടിച്ചിരിക്കുന്ന ആ ഒരു ടേപ്പ് ഇങ്ങനെ മാറ്റും എഴുതിയും അവൾ ചോദിക്കും ഫാബിയാൻ അവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ മരിച്ചുപോയെന്ന് പറയും. ഓക്കെ, ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഒന്നുകൂടി വ്യക്തമാക്കി തരാം. സത്യത്തിൽ ആ ഒരു കലണ്ടർ കില്ലർ അത് ജൂൾസ് ആയിരുന്നു. ജൂൾസിന്റെ ഭാര്യയ്ക്ക് ഇതുപോലെ മാനസിക പ്രശ്നമുള്ളത് കൊണ്ടും ആ ഒരു ബുദ്ധിമുട്ട് മറ്റാരോടും പറയാതെ അവൾ സ്വയം മരിക്കാൻ ശ്രമിച്ചിട്ടാണ് അവന്റെ 2 കുട്ടികളും മരണപ്പെട്ടത്. ഹീറോയിനോട് പറഞ്ഞത് വെറുതെ ആയിരുന്നു. അതിൽ ആ ഒരു പെൺകുട്ടിയെ അവൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടിയും മരിക്കുമായിരുന്നു. അപ്പൊ അതുപോലെ വേറൊരു കുടുംബത്തിന് സംഭവിക്കരുത് എന്നുള്ള രീതിയിൽ ഇവൻ ഈ ഒരു ഹെൽപ്പ് ലൈൻ സേവനം തുടങ്ങും. അത് കഴിഞ്ഞ് ഓരോ സ്ത്രീകളെയും വിളിക്കുമ്പോഴത്തേക്കും അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഇപ്പോൾ ഭർത്താവിൽ നിന്നും ഇതുപോലെ പീഡനം സഹിച്ച് ആരോടൊന്നും പുറത്തു പറയാതെ ജീവിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ അവരെ പോലെയുള്ളവരെ കണ്ടുപിടിച്ചിട്ട് അവർക്കൊരു ഓപ്ഷൻ കൊടുക്കും. ഒന്നുകിൽ അവർ അവരുടെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഭർത്താവിനെ കൊല്ലണം എന്നുള്ള 2 ഓപ്ഷൻ അവർക്ക് കൊടുക്കും. പക്ഷെ അത് ചെയ്യാൻ തയ്യാറാവാത്ത സ്ത്രീകളെ അവർക്ക് ഇത്രാം തീയതി വരെ ഇതിനുള്ള സമയം കൊടുത്തിട്ട് അതിനുള്ളിൽ ഇതിലേതെങ്കിലും ഒരു കാര്യം ആ ഒരു സ്ത്രീകൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരെല്ലാവരെയും അവൻ കൊല്ലും. അങ്ങനെയാണ് അവന് കലണ്ടർ കില്ലർ എന്നുള്ള ആ ഒരു പേര് കിട്ടിയത്. ഇപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ഹീറോയിന്റെ അവസ്ഥയും. ഹീറോയിനും ഇതുപോലെ 2 ഓപ്ഷൻ അവൻ കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ നിന്റെ ഭർത്താവിനെ കൊല്ലുക,
ഇല്ലാന്നുണ്ടെങ്കിൽ അവനെ ഉപേക്ഷിച്ച് പോവാ. അവനെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ എന്തായാലും ജൂൾസ് അവനെ കൊല്ലും. അതിനു വേണ്ടിയിട്ടാണ് ഹീറോയിന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇന്നത്തെ ദിവസം തന്നെ അവളെ കൊല്ലുമെന്ന് ആൾറെഡി എഴുതി വെച്ചിരുന്നല്ലോ. അത് കാരണം ഹീറോയിനെ കുറച്ചുകൂടി ഒന്ന് പേടിപ്പിക്കാന്ന് പറഞ്ഞിട്ടാണ് അവനായിട്ട് തന്നെ ഹീറോയിനെ വിളിക്കുന്നത്. കാരണം ആ ഒരു സീനിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഹീറോയിൻ ഫോൺ എടുത്തിട്ട് അല്ല നീ എന്താ എന്നെ ഇങ്ങോട്ട് വിളിച്ചതെന്നാണ് ആദ്യം ചോദിക്കുന്നത്. കാരണം ഇവൻ അവളുടെ നമ്പർ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവൻ അവളെ വിളിച്ച് ഹീറോയിൻ ഇവനെ വിളിച്ചതായിട്ട് വരുത്തി തീർത്ത് അവളോട് സംസാരിച്ചത്. അതുമല്ല താഴെ മരിച്ചെടുക്കുന്ന ഫാബിയൻ എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ വേറെ ആരുമല്ല, ഹീറോയിന്റെ വീട്ടിലെ അവളുടെ കുട്ടിയോടൊപ്പം ഒരു ബേബി സിറ്ററിനെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അവനായിരുന്നു അത്. അവൻ ഈ ഒരു റൂമിൽ കെട്ടിയിട്ടിട്ടാണ് ഇവൻ ഹീറോയിനോട് ഈ ഒരു കാര്യങ്ങളിൽ ഇവിടെ ഇരുന്ന് സംസാരിച്ചത്. അതുമല്ല അവൻ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്ന സമയത്താണ് ആ ഒരു വീടിനകത്ത് പല ശബ്ദങ്ങളും കേൾക്കുമല്ലോ. അപ്പോഴേക്കും നമ്മൾ വിചാരിച്ചിരുന്നത് ആ ഒരു കില്ലർ ജൂൾസിനെ കൊല്ലാൻ വേണ്ടി വീടിനകത്തേക്ക് വന്നതാണ്. സത്യത്തില് പാവ ആ ഒരു പയ്യൻ രക്ഷപ്പെടാൻ ശ്രമിക്കുമായിരുന്നു. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് ജൂലിയൻ ഹീറോയിനോട് പറയും, ശരി ആ ഒരു കത്തിയെടുക്ക്, എന്നിട്ട് അവനെ നീ തന്നെ കൊല്ലി, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ ഞാൻ കൊന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ കത്തി കൊടുക്കാണ്. അവൾക്ക് ഇപ്പോഴും ചെയ്യാൻ മനസ്സ് വരുന്നില്ല. സത്യത്തിൽ ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. അവളെ ഇത്രയും ഉപദ്രവിച്ച് അവളോട് ഇത്രയും ക്രൂരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും അവൾ ഇപ്പോഴും തന്റെ ഭർത്താവായിട്ടുള്ള മാർട്ടിനെ ഒന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അപ്പോൾ ജൂൾസായാലും പറയുന്നുണ്ട്, അവൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചു, എന്നിട്ട് നിനക്ക് അവനെ കൊല്ലാൻ വയ്യ, നിനക്ക് ഞാനിപ്പോൾ ഒരു അവസരം തരുവാണ്, അത് യൂസ് ചെയ്യാൻ പോലും നിനക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് അവസാനം ഹീറോയിൻ ആ ഒരു കത്തിയെടുത്ത് മാർട്ടിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പ്ലീസ് എന്നോട് ക്ഷമിക്കണം എന്നെല്ലാം പറഞ്ഞ് അവന്റെ അടുത്തേക്ക് നിൽക്കുമ്പോൾ ജൂൾസ് പറയുന്നുണ്ട് അവന്റെ കഴുത്തിൽ ഒരൊറ്റ വെട്ട് മതി, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഹീറോയിൻ അങ്ങനെ ഇരുന്ന് പെട്ടെന്ന് ആ ഒരു കത്തിയെടുത്ത് ജൂൾസിന്റെ കാലിലേക്ക് ഒരു ഒറ്റ കൊത്ത്. എന്നിട്ട് അവൾ അവിടെ നിന്ന് ഇഴഞ്ഞിങ്ങനെ പോകുമ്പോഴത്തേക്കും ജൂൾസ് ആ ഒരു കത്തി വലിച്ചൂരി ഇപ്പൊ അവളുടെ പുറകെ തന്നെ വരികയാണ്. വന്നിട്ട് അവളെ അടിച്ച് താഴേക്കിട്ട് അവളെ വലിച്ച് മാർട്ടിന്റെ അടുത്തേക്ക് കൊണ്ടിട്ടിട്ട് ഇവരെ രണ്ടുപേരെയും കൊല്ലാൻ വേണ്ടി ആ ഒരു കത്തി ഇങ്ങനെ മുകളിലേക്ക് എടുക്കുന്നതും പെട്ടെന്ന് അവന്റെ പുറകിൽ നിന്ന് ആരും ഒരാൾ ഷൂട്ട് ചെയ്യുന്നു. ജൂൾസ് മരിച്ച് താഴെ വീഴുന്നതും കാണിക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ജൂൾസിന്റെ അച്ഛനായിരുന്നു. എന്നിട്ടാണ് അയാള് ഇവരുടെ അടുത്തേക്ക് വന്ന് നമ്മുടെ ഹീറോയിന്റെ കെട്ടഴിച്ചിട്ട് പറയുന്നത്, ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്റെ മകൻ തന്നെയാണ് ആ ഒരു സീരിയൽ കില്ലർ എന്ന്. കാരണം ടി വിയിൽ ആ ഒരു ന്യൂസിൽ ആ ഒരു കൈ അക്ഷരം ആരുടേതാണെന്ന് കണ്ടുപിടിച്ച് പറയാൻ പറഞ്ഞല്ലോ, അത് കാണിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി അത് ജൂൾസിൻ്റെതാണെന്ന്. അതുകൊണ്ടാണ് നിന്നെ രക്ഷിക്കാൻ വേണ്ടി, നിന്റെ പേര് മനസ്സിലാക്കി നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ വീട്ടിലേക്ക് വന്നത്. പക്ഷെ നീ അവിടെ ഇല്ലായിരുന്നു. കാരണം എന്റെ മകനിൽ നിന്നും നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമായിരുന്നു, അതുകൊണ്ട് എനിക്ക് വേറെ വഴിയില്ലായിരുന്നു എന്നുള്ള കാര്യം അയാൾ പറയുന്നതും ജൂൾസിന്റെ അച്ഛനെ മനസ്സിലായി ജൂൾസ് ആണ് ആ ഒരു കലണ്ടർ കില്ലർ എന്ന് പറഞ്ഞ സീരിയൽ കില്ലർ. അതുകൊണ്ടാണ് അവനെ ഇയാൾ ഷൂട്ട് ചെയ്ത് കൊന്നത്. അങ്ങനെ ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാം ഓക്കെ ആയി. അത് കഴിഞ്ഞ് ഇപ്പോഴും ഹീറോയിൻ മാർട്ടിനെ വിട്ട് പോയിട്ടില്ല. അങ്ങനെ എന്തോ ഒരു വലിയ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഒരുപാട് ബിസിനസ്മാൻമാരും അതേപോലെ തന്നെ ആർമി ഉദ്യോഗസ്ഥന്മാരും ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവിടെ മാർട്ടിൻ നിന്നിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും പുറയിലത്തെ മൈക്കിലൂടെ മാർട്ടിൻ ഹീറോയിനെ വഴക്ക് പറയുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം കേൾക്കുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ ഇവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. നമ്മുടെ ഹീറോയിൻ മാർട്ടിനായിട്ട് ആ ഒരു കാറിൽ വരുമല്ലോ. ആ ഒരു സമയത്ത് ഇവൻ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിൻ അവളുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ പബ്ലിക്കായിട്ട് എല്ലാവരും കേൾക്കുന്നത്. മാർട്ടിൻ കുറ്റക്കാരനാണെന്ന് മനസ്സിലാക്കി പോലീസ് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യാണ്. അതോടെ ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധവും വേർപിരിഞ്ഞു. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ ഒരു കാര്യം ഞാൻ അവസാനം പറയാമെന്ന്. ഇപ്പോൾ ഈ ഒരു മൂവി ഇതൊരു സാങ്കല്പികമായിട്ടുള്ള കഥ മാത്രമാണ്. എന്നിരുന്നാലും ഇതുപോലെ വേദന സഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഈ ലോകത്ത് പലയിടങ്ങളിലും ഉണ്ട്. ഇപ്പോൾ ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ വലിയൊരു കോടീശ്വരനോ ബിസിനസ്മാനോ ഇങ്ങനെ ആരും ആയിക്കട്ടെ, അവിടെയെല്ലാം ഇതുപോലെ ഭർത്താക്കന്മാർ സ്ത്രീകളെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം സഹിച്ചു പിടിച്ച് ഇപ്പോഴും ഒരുപാട് സ്ത്രീകൾ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഒന്നുകിൽ അവരുടെ കുട്ടികൾക്ക് വേണ്ടി, ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് ഒരു സഹായം ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഭർത്താവിനെ വേർപിരിഞ്ഞ് പോയാലും അവർക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം, സ്വന്തമായിട്ട് വീട്, ആ ഒരു കാരണം കൊണ്ടെല്ലാം ഇതെല്ലാം സഹിച്ച് ഇപ്പോഴും ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇപ്പോൾ ഈ ഒരു മൂവിയിൽ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, വേറൊന്നുമല്ല, സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് ജോലിയോ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായമോ കിട്ടിയിരുന്നെങ്കിൽ അവരൊരിക്കലും ഇതുപോലെയുള്ള ഭർത്താക്കന്മാരുടെ കൂടെ ഒരിക്കലും ജീവിക്കത്തില്ലാന്ന്. അതുകൊണ്ട് ഈ ഒരു മൂവിയിലൂടെ ഒരു ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരു ജോലി നിർബന്ധമായിട്ടും എല്ലാവരും വാങ്ങിയേക്കുക. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇതുപോലെ ഭർത്താക്കന്മാർ നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ വിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മറ്റൊരിടത്ത് പോയി ജീവിക്കാൻ കഴിയും. ഇനി ജോലിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെ തന്നെ നോക്കണമെന്നില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ സഹായം ഇല്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാവുന്നത് കൊണ്ട് പിന്നെയും അത് സഹിച്ച് തന്നെ ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് സ്വന്തമായിട്ട് കുറച്ച് പണവും ഒരു ജോലി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മാത്രം കല്യാണം കഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും നല്ലത് എന്ന് തന്നെയാണ് ഈ ഒരു മൂവിയിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. ഈ ഒരു മൂവിയിൽ അവർ പറഞ്ഞു വെക്കുന്ന കാര്യവും അത് തന്നെയാണ്. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.